മലപ്പുറം വെളങ്കൂരിലെ വിഷ്ണുജയുടെ മരണത്തിൽ ഭർത്താവ് പ്രഭിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ, സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നു. മകളെ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞും സ്ത്രീധനത്തിന്റെ പേരിലും പ്രഭിൻ പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷംസീർ, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലോ പ്രഭിന്റെ. എന്തൊക്കെ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്? തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും? ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ഭർത്താവ് പ്രഭിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് പ്രഭിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ആത്മഹത്യാ പ്രേരണ, തന്നെ സ്ത്രീ പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത്. നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. വിഷ്ണുജയുടെ പിതാവ് നിരവധി ആരോപണങ്ങളാണ് പ്രഭിനെതിരെ ഉന്നയിക്കുന്നത്. നിരന്തരം സ്ത്രീധനം കുറഞ്ഞു വന്നതിന്റെ പേരിലുള്ള ആക്ഷേപം വിഷ്ണുജ കേൾക്കേണ്ടി വന്നിരുന്നുവെന്നും സൗന്ദര്യം കുറവായി എന്ന് പറഞ്ഞ് നിരന്തരം അവർക്കെതിരെ അവഹേളനം നടത്തിയിരുന്നുവെന്നും ബൈക്കിൽ പോലും കൂടെ കൊണ്ടുപോയിരുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് വിഷ്ണുജയുടെ പിതാവ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ജോലിയില്ല എന്ന് പറഞ്ഞും നിരന്തരം അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ വിഷ്ണുജയുടെ പിതാവ് ഉന്നയിച്ചിരുന്നു. ഇതടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള പരാതിയിലാണ് പ്രഭിനെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. വിഷ്ണുജയുടെ സുഹൃത്തുക്കൾക്കും ചില കാര്യങ്ങൾ ഈ ഭർത്തൃ വീട്ടിൽ നടന്നിരുന്ന പീഡനത്തിന്റെ വിവരങ്ങൾ അറിയാമെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളുടെ മൊഴികൾ കൂടി ഇതിൽ രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. ഭർത്തൃ വീട്ടുകാരും ഇത്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടും ഭർത്താവ് പ്രഭിന്റെ കൂടെ നിന്നു എന്ന ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഭർത്തൃ വീട്ടുകാരെ കൂടി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ഷംസീർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രാഥമിക ചോദ്യം ചെയ്യൽ ഒക്കെ നടന്നിട്ടുണ്ടാകുമല്ലോ. നമുക്കറിയാം വിഷ്ണുജയുടെ അച്ഛൻ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നതായോ മറ്റോ പ്രഭിൻ പറയുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ? നിലവിൽ അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഇന്ന് രാവിലെയാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പ്രഭിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് ശേഷം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തുകയും ചെയ്തത്. നേരത്തെ ആത്മഹത്യാ പ്രേരണ, നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നത്. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെയാണ് ആത്മഹത്യാ പ്രേരണ, ഒപ്പം തന്നെ സ്ത്രീ പീഡനം എന്നീ കുറ്റങ്ങൾ കൂടി ചുമത്തിയിരിക്കുന്നത്. പ്രഭിൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നടക്കമുള്ള വിഷയങ്ങൾ നമുക്കിപ്പോൾ വ്യക്തമല്ല. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വിഷ്ണുജയുടെ അച്ഛൻ ഈ പ്രഭിന്റെ അമ്മയ്ക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ പറയുന്നുണ്ടല്ലോ ഷംസീർ. അപ്പോൾ അവരെ കൂടി പ്രതി ചേർക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അവരുടെ മൊഴി കൂടി അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും രേഖപ്പെടുത്തും. കാരണം പ്രഭിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ കൂടി വിഷ്ണുജയുടെ പിതാവ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് പ്രഭിന്റെ ഭാഗത്തിരുന്ന് 2 വർഷമായി ഈ തരത്തിലുള്ള പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടും കുടുംബം പ്രഭിനൊപ്പം നിന്നു എന്ന ആരോപണമാണ് പ്രധാനമായും അച്ഛൻ ഉന്നയിക്കുന്നത്. 2021 മെയ്യിലായിരുന്നു വിഷ്ണുജയുടെയും പ്രഭിന്റെയും വിവാഹം. ഈ സമയം അത്രയും പലതരത്തിലുള്ള പീഡനങ്ങൾ, ശാരീരികോപദ്രവം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ കൂടി വിഷ്ണുജയുടെ അച്ഛൻ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ആ വീട്ടിൽ നടന്നിരുന്ന സംഭവങ്ങൾ ഈ വിഷ്ണുജ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ അച്ഛനോടൊന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. സുഹൃത്തുക്കൾ വഴി മറ്റുമൊക്കെയാണ് ചില പ്രയാസങ്ങളൊക്കെ വിഷ്ണുജയുടെ അച്ഛനും അറിയുന്നത്. എന്നിരുന്നാൽ കൂടി ഈ പ്രഭിനുമായുള്ള പ്രശ്നങ്ങൾ സ്വന്തം നിലയ്ക്ക് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമായിരുന്നു വിഷ്ണുജ കഴിഞ്ഞിരുന്നത് എന്നും അതിനൊടുവിൽ ഇപ്പോൾ സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ ചെയ്തതെന്നും വിഷ്ണുജയുടെ അച്ഛൻ ആരോപിക്കുകയാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ പേരുടെ മൊഴി ഇതിൽ രേഖപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. ഭർത്തൃ വീട്ടിലെ മറ്റുള്ളവരെ പ്രതി ചേർക്കണോ എന്നടക്കമുള്ള വിഷയങ്ങൾ അടുത്ത ഘട്ടത്തിൽ മാത്രമായിരിക്കും തീരുമാനിക്കുക. അതിനു മുൻപ് ഭർത്തൃ വീട്ടുകാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അവർ പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക. ഒപ്പം തന്നെ ചില ഫോൺ രേഖകളടക്കം വിഷ്ണുജയുടെ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതടക്കം പോലീസ് പരിശോധിക്കുകയും സുഹൃത്തുക്കളുടെ മൊഴി കൂടി രേഖപ്പെടുത്തുകയും ചെയ്യും. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.